നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവര് ഫ്രണ്ട്സ് ആണ്. ഇവര് പ്രേമത്തില് നേരത്തില് പിന്നെ ഒരു അതിനു മുമ്പ് ചുമ്മാ ഞാൻ അൽഫോൺസ് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് വീഡിയോ സ്റ്റോപ്പ് മോഷൻ വിജയ് സേതുപതിയൊക്കെ ഉള്ളത് സ്റ്റിൽസ് വെച്ചിട്ടുള്ള പരിപാടി. അത് ചെയ്യാനായിട്ട് ഞാൻ ചെന്നൈയിലേക്ക് പോവാം. അപ്പൊ ഉമ്മാരോടെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. സെയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ബാക്കി സൗണ്ട് അപ്പൊ അന്ന് സൗണ്ട് എഞ്ചിനീയറിംഗ് പരിപാടി ചെയ്തോണ്ടിരിക്കും. ഞാനിപ്പോ ഇപ്പോഴേക്കും കേറി. ഞാൻ വിണ്ണയത്താണ്ടി വരുകയാണ് എന്റെ ആദ്യത്തെ പടം. അപ്പൊ ഞാനും ഷറഫും ഇവിടുന്ന് ചെന്നൈക്ക് പോയേക്കാണ് അഭിനയിക്കാനായിട്ട്. ഞങ്ങൾ വിളിച്ചിട്ട് ഞാൻ ഷറഫെന്ന് ഇവിടെ ഇതിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ടാറ്റയില്. പക്ഷെ നിന്നെ ഒന്നാണ് പരിചയപ്പെട്ടത്. ഷറഫിനെ നേരത്തെ അറിയാം. ഇവര് നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവനെ കുറിച്ചും അറിയാം. കാരണം അൽഫോൺസ് ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്റെ ഇടവകയില് 2-3 പേരുണ്ട്. നിവിൻ പോളി, ഇങ്ങനെയുള്ള ഇവർക്കൊക്കെ അഭിനയിക്കാനൊക്കെ താല്പര്യം. ആളെ കൂട്ടുന്ന പരിപാടിയാണ് അവന്റെ ഗ്യാങ്. ഇങ്ങനെ സിനിമ ചെയ്യാനായിട്ട് ഒരുമിച്ച് കൂട്ടുന്ന ആളായിരുന്നു. ആളെ കൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് പറയട്ടെ. അതായത് ഞാൻ കിച്ചു അൽഫോൺസ് MES കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഗോബൂസ് ആലുവ പാലസിന് തൊട്ടിപ്പുറത്തുള്ള ഗോബൂസ് സ്കൂൾ ബാർ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാണ് നമ്മൾ ചർച്ച. ഒരു വിധപ്പെട്ട ആ പ്രായത്തിലുള്ള പിള്ളേർ, ഇന്നും ഒരുപാട് പിള്ളേർ വന്നിരിക്കുന്ന ഒരു ഇതാണ്. അവിടെ നമ്മളിന്ന് സിനിമ ചർച്ച ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും പരമപുച്ഛ. എടേ വല്ല പണിയെടുത്ത് ജീവിക്കാനുള്ള പരിപാടി നോക്കണേ. അതുകൊണ്ട് ഫസ്റ്റ് പോസ്റ്റർ, നേരത്തിന്റെ പോസ്റ്റർ നമ്മൾ അവിടെ അതാണ് ഈ പലപ്പോഴും അത് പറയുമ്പോഴേ, പ്രേമം പറയുമ്പോ ഈ മലരെ നീ എന്നെ നിങ്ങളാണ് എഴുതിയെന്നുള്ളത് ചിലർക്കൊക്കെ അറിയാം. വളരെ ന്യൂനപക്ഷം. വളരെ ന്യൂനം. ആലുവ പുഴയുടെ തീരത്ത് നിങ്ങളാണ് എഴുതിയെന്നുള്ളത് പലർക്കും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പല സമയത്തും ഈ ശബരീഷ് മറ്റേ ഈ പിസ്ത സോങ് ഒക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്നത് ഈ 2 പാട്ടുകൾ. പിസ്ത. പക്ഷെ ഞാൻ ചില സമയത്ത് നോക്കുമ്പോഴേ പല പാട്ടുകളും നിങ്ങൾ എഴുതിയതാണെന്നുള്ളതും നിങ്ങൾ പാടിയ പാട്ടുകളും മലയാളികൾക്ക് അറിഞ്ഞൂടാന്ന് പറയുന്ന ഒരു സങ്കടം ഉണ്ട് കേട്ടോ. നിങ്ങൾ ആക്ടറായതിന്റെ ചില പ്രശ്നങ്ങൾ. 5 പാട്ട് പാടിയിട്ടുണ്ട് പ്രേമത്തില്. 7 പാട്ട് എഴുതി. അത് 7 പാട്ടും പ്രേമത്തിലെ കംപ്ലീറ്റ് സോങ് എഴുതിയതാ. ഇത് മാത്രം റീല് കട്ട് ചെയ്ത് കുറെ ഓടിക്കണം. എന്നിട്ട് പിസ്ത ഞാൻ കേൾക്കുന്നത് നേരൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങള് സിനിമ കാണുമ്പോ ഞാൻ നിവിനുണ്ട്, കിച്ചുണ്ട്, ഞങ്ങൾ ഒരുമിച്ച്. ഇവര് ചെന്നൈയിലാണ്. അപ്പൊ ഇന്റർവെലിന് എന്തോ നിവിന് ഇത് അയച്ചു കൊടുത്തു. നിവിൻ പറഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ട്, പ്രൊമോ സോങ് സാധനം വന്നിട്ട് അവിടെ നിന്ന് കേൾപ്പിക്കായിരുന്നു. അയ്യോ കേട്ടുണ്ട് പൊള്ളി, ഒരു രക്ഷയില്ല പിസ്ത. ഭയങ്കര എനർജിയാണല്ലോ പാട്ടിന്. നമ്മള് ഈ സുറുക്കറുക്ക മുക്കാമ്പഴും ഇത് നമ്മള് കണ്ടിട്ടുണ്ടെങ്കിലും ചെറുചേണ്ട സീൻ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് രജിസ്റ്റർ ആണ് കേട്ടിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള നിങ്ങൾ. പക്ഷെ ഇതില്ലേ ഡബിൾ ബാരലില് മറ്റേ കടുക് വറുത്തൊരു സാധനം, ഡബിൾ ബാരൽ 2 സോങ്, അത് നല്ല രസാണ് ശരിക്കും. അത് ഭയങ്കര അത് വേറെ രസമുള്ള ഒരു പരിപാടിയായിരുന്നു. കാരണം ഞാന് ഈ പ്രേമം റിലീസായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈം. അപ്പൊ ഒരു ഏത് FM ആണെന്ന് ഓർക്കണില്ല. ഞാനപ്പം ബോംബെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്റെ വൈഫ് അന്ന് ഗേൾഫ്രണ്ട് ആണ്. അശ്വിനി എന്നാണ് പറയുന്നത്. അശ്വിനി ആർട്ട് ഡയറക്ടറാണ് ആവേശത്തിന്റെ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ വേണ്ടി കല്യാണം കഴിച്ചിട്ട് നൈസായിട്ട്. അപ്പൊ ഈ പോണ പോക്കിൽ ഞാൻ FM-ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് ചോദിച്ചു ഇങ്ങനെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഡയറക്ടേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ എനിക്ക് ലിജോ ജോസ് പെല്ലിശ്ശേരിയോടൊപ്പം പിന്നെ മ്യൂസിക് ഡയറക്ടർ പ്രശാന്ത് പിള്ളയോടൊപ്പം ഒക്കെ വർക്ക് ചെയ്യണം. ബോംബെയിൽ എത്തിക്കഴിഞ്ഞപ്പോ ഒരു മിസ് കോള് മെസ്സേജ്, ഐ എം ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചപ്പോഴും പുള്ളി പറഞ്ഞ ഡബിൾ ബാരൽ എന്ന് പറഞ്ഞപ്പോൾ അത് പ്രശാന്ത് പിള്ളയായിരുന്നു മ്യൂസിക്കും. പ്രശാന്ത് നല്ല രസമായിട്ട് അതിന്റെ ബാക്കിങ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില സാധനങ്ങളെ കേൾപ്പിക്കുമ്പോഴേ നമുക്ക് പുള്ളി പൂനെ ബേസ്ഡ് ആണ്. സോ സൗണ്ടിങ് ടോട്ടലി ഡിഫറെന്റ് ആണ്. പുള്ളിയുടെ പാട്ടുകൾക്കും പുള്ളിയുടെ മെലഡി ആയിട്ടുള്ള ഇപ്പം സോളമനും ശോശനയും ഐക്കബറീസ, ഇപ്പൊ ഇതിനകത്ത് പുന്നാരക്കാട്ടിൽ അത് പാടാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ്. വേറെ ഒന്നുമില്ല, വോക്കലാണ്. പിന്നെ എന്തെങ്കിലും കാറ്റോ മഴയോ വല്ല ഇട്ടാലായി. വേറെ പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ. വളരെ ഇതല്ലേ. ഇതിനു മുമ്പ് അങ്ങനെ ഒരു റെഫറൻസ് വേണമെങ്കിൽ പറയാന്നുണ്ടെങ്കിൽ റഹ്മാൻ ചെയ്ത അതിലും ബേസ് ഉണ്ട്. അത് ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ഇത് ഡബിൾ ബാരലിന് ഞാൻ തന്നെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം അത് അത്രത്തോളം തന്നെ അത് ഈ സ്പോട്ടിഫൈയിലും ഇല്ല. അത് ഈ ഏതെങ്കിലും ഒരു സോങ് ഒന്ന് പാടൂലേ ശബരീഷ്? ഈ പടത്തിലെ പാട്ട് പാടാം. പടത്തിലെ പാട്ട് അതാ ഞാൻ ചോദിക്കാൻ വന്നത്. അത് ശരിക്കും അവന്റെ പേരെന്തായിരുന്നു? ആർട്ട് ഡയറക്ടർ നമ്മുടെ അഭിലാഷ് അല്ലേ? അപ്പൊ അഭിലാഷ്
എഴുതി പാടിക്കൊണ്ട് നടന്നിരുന്ന ഒരു പാട്ടാണ്. അത് ഈ ക്യാരക്ടറിലേക്ക് പ്ലേസ് ചെയ്തതാണ്. അപ്പം ഇത് ഞാനിത് വായിച്ചു തന്നെ പാടിയതാണ്. അത് റെക്കോർഡിങ്ങിൽ ഞാൻ തന്നെ വായിച്ചിരിക്കുന്നത്. അത് ചെമ്പകപ്പൂപ്പാടം കൊയ്തെടുക്കാൻ പെണ്ണേ പോരാമോ, വാസന്തിയോടാ പോരാമോ, കാതിലൊരു കമ്മൽ ഞാറ്റുവേലത്തരി കാറ്റടിച്ചേ പെണ്ണാളേ. അടിപൊളി. എവിടെ ഷൂട്ട് നടക്കുന്നതിന്റെ ഇങ്ങനെ പാടുന്ന പാട്ടാണ്. അപ്പം അത് പോപ്പുലർ ആയിരുന്നു. അത് ഈ ക്യാരക്ടറിലേക്ക് പ്ലേസ്, കാരണം പോരാമോ വരാമോ പെണ്ണാളെ ചേർന്ന് പോകും. അത് കേട്ട് മറ്റേ പുള്ളിക്ക് ഇറിറ്റേഷൻ ഉണ്ട്, പുള്ളി അപ്പുറത്ത് കള്ളു കുടിച്ചോണ്ടിരിക്കും. അതെ അതെ അതെ. പക്ഷെ ആ ടെറൈനുമായിട്ട് നല്ല യോജിക്കുന്ന സാധനമായിരുന്നു. 19-ാം നൂറ്റാണ്ട് കഴിയുമ്പോൾ സിജു ഒരു പ്രത്യേക സ്പേസിലേക്ക് എത്തുമെന്നാണ് വിനയൻ സാർ പ്രതീക്ഷിച്ചിരുന്നത്. ഇടയ്ക്ക് ഞാനും പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേക സ്പേസിലേക്ക് എത്താറായിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അല്ല, എവിടെ ഇങ്ങനെ പ്രത്യേക സ്പേസിലേക്ക് എത്തിയിട്ടൊന്നും കാര്യമില്ലെന്നുള്ളത് മനസ്സിലായി. നമ്മള് ആ സ്പേസിൽ മാത്രമായി ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകും. ഭൂമിയുള്ള കഥാപാത്രങ്ങളും കാര്യങ്ങളും ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് പ്രത്യേക സ്പേസിലേക്ക് വേണ്ടല്ല. അല്ല, ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തി വലിയ വലിയ സിനിമകൾ തന്നെ വെച്ച് ചെയ്യുന്നുള്ളൊരു പരിപാടി ആലോചിച്ചിട്ടാണ് സാറ് അങ്ങനെ വിചാരിച്ചത്. ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തി കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഉണ്ട് നമുക്ക്. നല്ല വലിയ ബഡ്ജറ്റിലെ സിനിമകളും വലിയ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ എന്താ പറയാ, അതിനുള്ള റൈറ്റ് ടൈം ആയിട്ടില്ലെന്ന് ഞാൻ ആ സമയത്ത് വിചാരിച്ചു. ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ബാക്ക് ടു ബാക്ക് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ജേണി, അപ്പൊ ഞാനും പ്രിപ്പയർഡ് ആണല്ലോ. പ്രത്യേക സ്പേസ് അല്ല, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഷോൾഡർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് ഞാൻ എത്തണം. അപ്പൊ ഞാൻ അതിന് എക്സ്പീരിയൻസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അത് ജയിക്കും തീർച്ചയായിട്ടും. പഠിച്ചു പോകാന്നുള്ളതാണ് ആലോചിക്കുന്നത്. പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചപ്പോ പഠിച്ചു പോകാൻ പറ്റില്ല. ഇപ്പോഴെങ്കിലും പഠിച്ചെങ്കിലും കയറാൻ ശ്രമിക്കട്ടെ. അന്ന് കാണാപ്പാടല്ലേ. തീർച്ചയായിട്ടും പഠിച്ചെങ്കിലും കയറാൻ ശ്രമിക്കട്ടെ.